ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ജീവിതം തന്നെ ഞാൻ തന്ന ദാനമല്ലേടി, ഞാൻ തന്ന ഭിക്ഷ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ ഈ ലോകത്തോട് തന്നെ ഞാൻ ആ രഹസ്യം വിളിച്ചു പറഞ്ഞു നിൽക്കും. ആ കുട്ടിയുടെ കരച്ചിലാ എന്നെ അസ്വസ്ഥനാക്കുന്നത്. അച്ഛനും അമ്മയും കൂടെയുണ്ട്, പിന്നെ അത് ആരെ വിളിച്ചായിരിക്കും കരയുന്നത്? വിഷ്ണു അച്ഛൻ വരുമോ? ആരാ ഈ വിഷ്ണു അച്ഛൻ? മോള് തിരക്കുന്നുണ്ടല്ലോ. എന്റെ ചേച്ചിയുടെ ഭർത്താവാ. ഇവിടെ വലിയ കാര്യാ. മോക്ക് ഹൈ ടെമ്പറേച്ചറാ, അതുകൊണ്ടാ ഈ പിച്ചുമ്പയൊക്കെ പറയുന്നേ. മോള് കാണണോന്ന് ആഗ്രഹിക്കുന്ന ഈ വിഷ്ണു അച്ഛനോട് മോളെ ഒന്ന് വന്ന് കാണാൻ പറയൂ. വിഷ്ണു അച്ഛൻ വരുമോ അച്ഛാ? വരും മോളെ. ചെസ്റ്റ് എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും നടത്തണം. ഞാനതിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും 2 ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ. ബ്രീതിങ് ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ പറയണം. ശരി. ഈ മരുന്ന് ഇവിടെ ഫാർമസിയിൽ കിട്ടും, മേടിച്ചിട്ട് ഇവിടെ വെച്ചിരുന്നാ മതി. പിന്നെ കൊടുത്ത മരുന്നിന്റെ സെഡേഷന്റെ ക്ഷീണം കാണും, ഉറങ്ങിക്കോളും, പേടിക്കണ്ട. ശരി ഡോക്ടർ. ഓക്കെ. ഞാൻ ഈ മെഡിസിൻ വാങ്ങിട്ട് വരാം. മോളെ, നല്ല കുട്ടിയായിട്ട് കിടക്കണം കേട്ടോ. എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. വിഷ്ണു അച്ഛനെ കാണിക്കാം. മോളിപ്പോ നല്ല കുട്ടിയായിട്ട് കിടക്ക്. വിഷ്ണു അച്ഛൻ വരുമോ അമ്മേ? മോൾ എപ്പോഴും ഇങ്ങനെ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനാ? മോളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലേ? എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. അമ്മ എന്തോന്നും പറയാത്തെ? വിഷ്ണു അച്ഛൻ എങ്ങോട്ടാ പോയേ? മോളെ, വിഷ്ണു അച്ഛൻ വന്നോ ചേച്ചിയമ്മേ? എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് വിഷ്ണു അച്ഛൻ പറഞ്ഞതാ. വിഷ്ണു അച്ഛൻ വരും മോളെ, നിങ്ങളെ ബീച്ചിൽ കൊണ്ടുപോവുകയും ചെയ്യും. സുഖാവട്ടെ, അസുഖമൊക്കെ മാറട്ടെ. ഇപ്പോ മോള് റെസ്റ്റ് എടുക്ക, വാശി പിടിക്കാതെ നല്ല കുട്ടിയായിട്ട് കിടക്ക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ചേച്ചിയമ്മ. മോൾ ഉറങ്ങിക്കോ. ഉറങ്ങി എഴുന്നേക്കുമ്പോ പനിയൊക്കെ മാറും കേട്ടോ. ഉറങ്ങിക്കോ.
കുഞ്ഞേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ എനിക്ക് വന്നൂടെ? ഇന്നലെ കുഞ്ഞേച്ചി എന്റെ കൊച്ചിന് നേരെ ഒരു കാര്യമില്ലാതെ തട്ടിക്കയറി സംസാരിച്ചോണ്ടാ ഇന്ന് ഇവൾക്ക് ഈ അസുഖം വന്നത്. എന്നിട്ടിപ്പോ സുഖം അന്വേഷിക്കാനായിട്ട് വന്നിരിക്കുന്നു. എടീ, പപ്പിയെ ശാസിക്കാനും ശിക്ഷിക്കാനും പരിധിക്ക് നിർത്താനും നിന്നേക്കാൾ കൂടുതൽ അധികാരമുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ദേ, നീ വെറുതെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. പറ, എന്താന്ന് വെച്ചാ അങ്ങ് പറ. എന്തിനാ അങ്ങ് നിർത്തിക്കളഞ്ഞേ? ഒരിക്കലും ഒരമ്മയും ചെയ്യാത്ത കാര്യം ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടെന്നാ കേൾക്കുന്നവര് കൂടെ നിൽക്കുന്നാണോ കരുതുന്നേ? കല്ലെറിയും. അങ്ങനെ ഒരു അധികാരവും എന്റെ മോളിൽ നിങ്ങൾ കാണിക്കുമ്പോ എനിക്കത് ഇഷ്ടമല്ല. അതെ, നിങ്ങൾക്ക് സ്നേഹിക്കാനും ലാളിക്കാനും നിങ്ങളുടെ മോളില്ലേ? എന്റെ മോളെ നോക്കാനായിട്ട് ഇവിടെ വരികയും വേണ്ട, നിൽക്കുകയും വേണ്ട. എടി, നീ എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെ പിറന്നതാണോ എന്റെ കൂടപ്പിറപ്പ്? ആരുടെ വയറ്റിൽ പിറന്നതായാലും പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും. അത് കൂടപ്പറപ്പായാലും ആരായാലും. അവനവന്റെ മക്കളെ സ്നേഹിച്ചും ലാളിച്ചും കഴിഞ്ഞാ പോരെ? എന്തിനാ സ്വസ്ഥതയും സമാധാനവും കളയാനായിട്ട് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വരുന്നെന്നാ ഞാനീ ചോദിക്കുന്നേ. കൊള്ളാടി, ഞാൻ വലിഞ്ഞു കയറി വന്നതാണ് അല്ലേ? നിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും കളയുന്നത് ഞാനാണ് അല്ലേ? എടി, നിന്റെ ജീവിതം തന്നെ ഞാൻ തന്ന ദാനമല്ലേടി, ഞാൻ തന്ന ഭിക്ഷ. ദേ, ഇനി നീ എന്തെങ്കിലും പറഞ്ഞ ഈ ലോകത്തോട് തന്നെ ഞാൻ ആ രഹസ്യം വിളിച്ചു പറഞ്ഞു നിരിക്കും. പിന്നെ നിന്റെ സ്ഥാനം എവിടെയായിരിക്കും അറിയാലോ. ഇതിനെല്ലാം ഇടവരുത്തിയത് നീയാ, നീ ഒറ്റ ഒരുത്തിയാ. എവിടെയില്ലാത്ത വാശിയും വൈരാഗ്യവും കാണിക്കാതെ നീ ഇവളെ പൊന്നുപോലെ നോക്കി രോഹിത്തിന്റെ കൂടെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ നിഴൽ പോലും വരില്ലായിരുന്നു നിന്റെ ജീവിതത്തില്. ഇപ്പൊ അതാണോ അവസ്ഥ?